ഇവിടെ ഒരാൾ ഒരു വലിയ കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് വന്നിരിക്കുകയാണ്. എന്നാൽ അവിടെ ഇന്റർവ്യൂ ചെയ്യുന്നവർ വളരെ വിഡ്ഢിത്തം നിറഞ്ഞ ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി ഒരാൾ ചോദിക്കുന്നു, 800 കിലോഗ്രാം ഭാരമുള്ള ഒരു പശുവിനെ 700 കിലോഗ്രാം മാത്രം താങ്ങാൻ കഴിയുന്ന ഒരു പാത്രത്തിലൂടെ എങ്ങനെ കൊണ്ടുപോകും? അടുത്തതായി വേറൊരാൾ ചോദിക്കുന്നു, ബാറ്റ്മാനും സൂപ്പർമാനും തമ്മിൽ വഴക്കുണ്ടായാൽ നിങ്ങൾ അത് എങ്ങനെ തീർക്കും? ഇതൊക്കെ കേട്ട് അവൻ ആശയക്കുഴപ്പത്തിലായി മിണ്ടാതിരിക്കുന്നു. അതോടെ അവനെ റിജക്ട് ചെയ്ത് തിരിച്ചയക്കുന്നു. അതിനുശേഷം അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് അവൻ ഇതേക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ജോലി കിട്ടുന്നതിനേക്കാൾ ആ കമ്പനി വിദ്യാർത്ഥികളോട് പെരുമാറിയ രീതി അവനെ വളരെ വിഷമിപ്പിച്ചിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തനിക്ക് പറ്റിയ അപമാനം തിരിച്ചു കൊടുക്കണമെന്ന് കരുതി അവൻ തന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് പോകുന്നു. സത്യത്തിൽ അവന്റെ കൂട്ടുകാരന് ഒരു പ്രത്യേക കഴിവുണ്ട്. അവന് ഏതെങ്കിലും ഒരു ഫോട്ടോ കാണിച്ചാൽ ആ ഫോട്ടോ എടുത്ത സമയത്തേക്ക് ആളുകളെ തിരികെ അയക്കാൻ സാധിക്കും. ഭാഗ്യവശാൽ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അവൻ ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപയോഗിച്ച് അവന്റെ കൂട്ടുകാരൻ അവൻ ഇന്റർവ്യൂ നടന്ന ദിവസത്തേക്ക് തിരികെ അയക്കുന്നു. ഇപ്പോൾ അവൻ ഉള്ളിലേക്ക് ചെന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർ വീണ്ടും ആ 800 കിലോഗ്രാം പശുവിന്റെ ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ഉടൻ തന്നെ അവൻ ആ 800 കിലോഗ്രാം പശുവിനെ വ്യായാമം ചെയ്യിപ്പിച്ച് 700 കിലോഗ്രാം ആക്കിയ ശേഷം എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്ന് അനുയോജ്യമായി മറുപടി നൽകുന്നു. അതുപോലെ സൂപ്പർമാനും ബാറ്റ്മാനും തമ്മിൽ അടിപിടിയുണ്ടായാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഒരു ഭീകരനായ വില്ലനെ രംഗത്തിറക്കിയാൽ അവർ തമ്മിലുള്ള അടി നിർത്തി ആ വില്ലനുമായി പോരാടാൻ തുടങ്ങുമെന്ന് അവൻ പറയുന്നു. അതിനുശേഷം മൂന്നാമതായി 4 കപ്പ് വെള്ളം ഇവിടത്തെ 5 പേർക്ക് എങ്ങനെ വീതിച്ചു നൽകുമെന്ന് ചോദിക്കുന്നു. അത് കേട്ടതും അവൻ ഒന്ന് ഞെട്ടുന്നു. കാരണം മുൻപ് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആദ്യത്തെ 2 ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ മൂന്നാമതൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ച് ആദ്യത്തെ 4 പേർക്ക് മാത്രം വെള്ളം കൊടുത്തിട്ട് 5ാമത്തെ ആൾക്ക് വെള്ളം കൊടുക്കാതെ കമ്പനിയുടെ കാശിനെ ലാഭിക്കുമെന്ന് മറുപടി പറയുന്നു. അതിശയകരമെന്ന് പറയട്ടെ, അവരും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തം നിറഞ്ഞ മറുപടികൾ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് ഇന്റർവ്യൂവിൽ അവർ അവനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ കൃത്യമായി ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നവൻ എനിക്ക് ഈ ജോലി വേണ്ട എന്ന് പറഞ്ഞ് അവർക്ക് വലിയൊരു ഷോക്ക് നൽകുന്നു. അതുമാത്രമല്ല, നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിലും നല്ലത് 800 കിലോ ഉള്ള പശുവിനെ നോക്കുന്നതായിരിക്കും അനുയോജ്യം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങിപ്പോകുന്നു. എന്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ സപ്പോർട്ട് കൂടി ചെയ്യണേ.